H-1B വിസ അപേക്ഷകരെ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ US ഭരണകൂടം ഒരുങ്ങുകയാണ്. അപേക്ഷകരെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന രീതിക്ക് പകരം ഉയർന്ന ശമ്പളം വാങ്ങുന്ന കൂടുതൽ കഴിവുള്ള വിദേശ ജീവനക്കാർക്ക് മുൻഗണന നൽകാനാണ് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ തീരുമാനം. അമേരിക്കൻ തൊഴിലാളികളുടെ ശമ്പളവും ജോലികളും സംരക്ഷിക്കാനാണ് ഈ മാറ്റമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ വിശദീകരണം. ഇത് സംബന്ധിച്ച പുതിയ നിയമം 2026 ഫെബ്രുവരി 27 മുതൽ പ്രാബല്യത്തിൽ വരും. H-1B വിസയുടെ അപേക്ഷാ ഫീസ് $1,00,000 ഉയർത്തിയതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് രീതിയിലും മാറ്റങ്ങൾ വരുന്നത്. H-1B വിസ ലഭിക്കുക എന്നത് വർഷങ്ങളായി ഒരു ഭാഗ്യ പരീക്ഷണം കൂടിയായിരുന്നു. ആരെ തിരഞ്ഞെടുക്കണം, ആരെ ഒഴിവാക്കണം എന്നത് കമ്പ്യൂട്ടർ അധിഷ്ഠിത നറുക്കെടുപ്പിലൂടെയായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇതുവരെ അപേക്ഷകരുടെ ശമ്പളമോ കഴിവോ മുൻ പരിചയമോ നോക്കാതെ എല്ലാവർക്കും തുല്യ പരിഗണന നൽകിയിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് രീതി സമ്പൂർണ്ണമായി മാറ്റി എഴുതാനാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ നീക്കം. പുതിയ നിയമം അനുസരിച്ച് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ നിശ്ചയിക്കുന്ന ശമ്പള നിരക്ക് അനുസരിച്ചായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. ഉയർന്ന ശമ്പളം വാഗ്ദാനം ലഭിച്ചവർക്ക് തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത കൂടും. പഴയ നറുക്കെടുപ്പ് രീതി ചില കമ്പനികൾ ദുരുപയോഗം ചെയ്തിരുന്നുവെന്ന് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പറയുന്നു. കുറഞ്ഞ ശമ്പളത്തിന് വിദേശ തൊഴിലാളികളെ എടുത്ത് അമേരിക്കൻ തൊഴിലാളികളെ ബുദ്ധിമുട്ടിച്ചുവെന്നും സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ചൂണ്ടിക്കാട്ടി. നിലവിലുള്ള റാൻഡം സെലക്ഷൻ പ്രോസസ്സ് ചില US കമ്പനികൾ ദുരുപയോഗം ചെയ്യുകയും വിദേശ തൊഴിലാളികളെ അമേരിക്കൻ തൊഴിലാളികൾക്ക് നൽകുന്നതിനേക്കാൾ കുറഞ്ഞ ശമ്പളത്തിൽ കൊണ്ടുവരികയും ചെയ്തുവെന്ന് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് വക്താവ് മാത്യു ട്രേഗസർ പറഞ്ഞു. പുതിയ രീതി കൂടുതൽ കഴിവുള്ളവരെയും ഉയർന്ന ശമ്പളം വാങ്ങുന്നവരെയും പ്രോത്സാഹിപ്പിക്കും. ഇത് അമേരിക്കയുടെ മത്സരശേഷിയെ വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാരിന്റെ ഒക്യുപ്പേഷണൽ എംപ്ലോയ്മെന്റ് ആൻഡ് വേജ് സ്റ്റാറ്റിസ്റ്റിക്സ് സർവേ അനുസരിച്ച് ജോലികളെ ഏറ്റവും ജൂനിയർ തസ്തികകൾ ഉൾപ്പെടുന്ന ലെവൽ 1 മുതൽ ഏറ്റവും സീനിയർ തസ്തികകൾ ഉൾപ്പെടുന്ന ലെവൽ 4 വരെ 4 ശമ്പള ശ്രേണികളായി തിരിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ ഏറ്റവും ഉയർന്ന ശമ്പള ശ്രേണിയുള്ള, അതായത് ലെവൽ 4 ഉള്ള ഒരാൾക്ക് നറുക്കെടുപ്പിൽ 4 തവണ അവസരം ലഭിക്കും. ലെവൽ 3 ഉള്ളവർക്ക് 3 തവണയും ലെവൽ 2 ഉള്ളവർക്ക് 2 തവണയും ലെവൽ 1 ഉള്ളവർക്ക് 1 തവണയും അവസരം ലഭിക്കും. അതായത് ഉയർന്ന ശമ്പളം ലഭിക്കുന്നവർക്ക് വിസ കിട്ടാനുള്ള സാധ്യത വളരെ കൂടും. നിലവിൽ എല്ലാ തരത്തിലുള്ളവർക്കും നറുക്കെടുപ്പിൽ ഏകദേശം 29.59% തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പുതിയ നിയമം വരുമ്പോൾ ഈ സാധ്യത ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ മാറും. നാഷണൽ ഫൗണ്ടേഷൻ ഫോർ അമേരിക്കൻ പോളിസി പറയുന്നതനുസരിച്ച് ലെവൽ 4 ഉള്ളവർക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത 107% വർദ്ധിക്കുമ്പോൾ ലെവൽ 1 ഉള്ളവർക്ക് 48% കുറയും. ഇത് സീനിയറായ ജോലിക്കാർക്കും ഉയർന്ന സ്ഥാനങ്ങളിലുള്ളവർക്കും കൂടുതൽ അവസരം നൽകും. എന്നാൽ പുതിയ ജോലിക്ക് പ്രവേശിക്കുന്നവർക്കും അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠനം കഴിഞ്ഞ് ഇറങ്ങുന്നവർക്കും ഇത് തടസ്സമാകും. അതേസമയം H-1B വിസയുടെ തെരഞ്ഞെടുപ്പ് രീതിയിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം ഇന്ത്യൻ അപേക്ഷകർക്ക്, പ്രത്യേകിച്ച് പുതിയ ബിരുദധാരികൾക്ക് വലിയ തിരിച്ചടിയാണ്. 2024 സെപ്റ്റംബറിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അംഗീകരിച്ച 1.41 ലക്ഷം H-1B അപേക്ഷകളിൽ 80,449, അതായത് 57% ഇന്ത്യൻ ഗുണഭോക്താക്കൾക്കായിരുന്നു. വാർഷിക കോട്ടയായ 85,000-ൽ കൂടുതലാണ് ഈ കണക്ക്. കമ്പനികൾ പിന്മാറാനുള്ള സാധ്യതയടക്കം കണക്കിലെടുത്താണ് അധികൃതർ കൂടുതൽ അപേക്ഷകൾ അംഗീകരിച്ചത്. US ഭരണകൂടം ഓരോ വർഷവും 85,000 H-1B വിസകളാണ് അനുവദിക്കുന്നത്. ഇതിൽ 20,000 വിസകൾ US യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കിയവർക്കാണ് മാറ്റിവെച്ചിട്ടുള്ളത്.